ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് അരിപ്പൊടി കൊണ്ട് ആവിയിൽ തയ്യാറാക്കിയെടുത്ത നല്ലൊരു രുചികരമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. നമുക്കതിനുള്ള മസാല ആദ്യം തയ്യാറാക്കി എടുക്കാം. അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുക്കാം. സവാളയെല്ലാം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള എല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നതിന് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. പൊടികൾ ചേർത്തതിന് ശേഷം പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്നതുവരെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് അതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മസാല ഇതുപോലെ നമുക്ക് ആ പാനിൻ്റെ സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം 2 മുട്ട പൊട്ടിച്ചത് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ചിക്കിയെടുക്കണം. 2 മുട്ട പൊട്ടിച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. മുട്ട ഇതിന് പകരം നിങ്ങൾക്ക് ഒന്ന് പുഴുങ്ങിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്താലും മതിയാവും. നന്നായിട്ട് തന്നെ മുട്ടയെല്ലാം ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് തണുക്കാനായി ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വീതം വെള്ളം ചേർത്ത് നമ്മൾ പുട്ടിനെല്ലാം മാവ് നനയ്ക്കുന്നത് പോലെ ഒന്ന് നനച്ചെടുക്കാം. ഞാനിവിടെ പുട്ടിന് നനയ്ക്കുന്നത് പോലെ മാവൊന്ന് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
പൊടിയിലൊക്കെ നന്നായിട്ട് ഈ മസാല ഒന്ന് മിക്സായി വരണം. അതുവരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബൗളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് മാവ് ഇതുപോലെ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. ഇതിന് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചെറിയ ചെറിയ ബൗളോ ചെറിയ സ്പൂണോ എന്തെങ്കിലും വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഞാനിവിടെ സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ ഇതുപോലെ ഒന്ന് തട്ടിയെടുക്കാം. ഒരെണ്ണം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. അതിനായിട്ട് സ്റ്റീമറിൽ ഇതുപോലെ ഇഡ്ഡലി തട്ടിൽ ഞാനൊന്ന് കുറച്ചൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല അത് പിടിക്കാതെ ഇളകി വരും. അതുകൊണ്ടാണ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരെണ്ണം കൂടി ഞാനിവിടെ റെഡിയാക്കി കാണിക്കുന്നുണ്ട്. ഒരെണ്ണം കൂടി ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിനി ഇത് സ്റ്റീമറിൽ സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. സ്റ്റീമറിൽ ഞാനിവിടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ തട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തന്നെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാവൂ, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.